அதுவே படைக்கும் அதுவே உடைக்கும் மனம்தான் ஒரு குழந்தையே அதுவாய் மலரும் அதுவாய் உதிரும் அது போல் இந்த கவலையே நாள்தோறும் ஏதோ ஆறுதல் வானம் மண்ணும் வாழும் மாறுதல் பேசாமல் வா வாழ்வே வாழ்ந்திருப்போம் மழை காற்றோடு போகும் வரை போனால் என்ன அதில் ஏதோ ஓர் பூவின் துணையானால் என்ன சுடரே சுடரே உடைந்து போகாது உடனே வலிகள் மறைந்து போகாதே சில நாள் வரைக்கும் அதை சீண்டாதே அதுவாய் மறுக்கும் பின் தோன்றாதே இதுவும் கடந்து போகும் எதுவும் கடந்து போகும் இதுவும் கடந்து போகும் எதுவும் கடந்து போகும் கடந்து போகும் கடந்து போகும் വാവ് 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 സൂപ്പർ സൂപ്പർ പാട്ട് ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ സത്യത്തില് ജസ്റ്റ് ഓസം ഇതെനിക്ക് തോന്നുന്നു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഭയങ്കര ഇപ്പൊ റീസെന്റ് ആയിട്ട് കേട്ടതിൽ വെച്ചിട്ട് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് സോ ഞാൻ അമൃത എന്ന ക്യാരക്ടറിൽ എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് ഇത്രയൊക്കെ ഒരു അക്സെപ്റ്റൻസ് കിട്ടും മീൻസ് ലൈക്ക് എല്ലാവരുടെയും ഒരു ഡിയർ വൺ ആവും ഞാനിപ്പോ എന്തൊരു കാര്യം ചെയ്താലും ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യാറില്ല ഞാൻ എന്നാൽ കഴിയുന്ന മാക്സിമം ഇൻപുട്ട് ആ ഒരു ക്യാരക്ടറിന് കൊടുക്കും അത് എന്തൊരു കാര്യമാണെങ്കിലും പ്രൊഫഷന്റെ കാര്യമാണെങ്കിലും ശരി ഏതൊരു കാര്യമാണെങ്കിലും എന്നാൽ കഴിയുന്ന മാക്സിമം ഇൻപുട്ട് ഞാൻ കൊടുക്കും അത്രേ ഉള്ളൂ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എപ്പോഴും എക്സ്പെക്ട് ചെയ്യില്ല ലൈക്ക് ഇങ്ങനെ വരും അങ്ങനെ വരണം അങ്ങനെയൊക്കെ ഒന്നും ഒരു ഇതും എക്സ്പെക്ട് ചെയ്യില്ല ഒരു സീരിയൽ ആർട്ടിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു പാട്ടിന്റെ ഒരു കരിയർ ഇത് കേട്ടിട്ട് ഒരു മ്യൂസീഷ്യൻ ആവാനുള്ള സാധ്യത ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല അല്ല അത് കുഴപ്പമില്ല ഒരു ഡാൻസ് ടീച്ചർ ആവുമായിരിക്കും എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് 6 വയസ്സിലാണ് എന്റെ അരങ്ങേറ്റം സോ മേ ബി ഞാൻ ഡാൻസ് ടീച്ചർ ആവുമായിരുന്നിരിക്കും അപ്പൊ ഞാൻ മീൻസ് ലൈക്ക് നമ്മൾ സ്ട്രോൾസിനെ കുറിച്ച് സംസാരിച്ചു നമ്മള് ലൈക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പത്തെ ഈ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അപ്പൊ ടു ബി വെരി ഫ്രാങ്ക് അന്ന് എന്താ മേഘ്ന സംഭവിച്ചത് ലൈക്ക് ഈ അരുവിക്കരയിൽ അന്ന് ആ സ്പീച്ചിൽ എന്താണ് സംഭവിച്ചത് എനിക്ക് അബദ്ധം പറ്റിയതായിട്ടാ